മാസത്തിൽ ഒരു വട്ടം മാത്രമേ കവിത തുണി കഴുകത്തുള്ളൂ. കവിതയാണെങ്കിൽ അന്നേരം ആറ്റിപ്പോയി തുണി കഴുകിയിട്ട് ഇങ്ങോട്ട് കയറി വരുന്ന മതി. വാഷിംഗ് മെഷീനൊക്കെ കവിതയ്ക്കുണ്ട്, പക്ഷെങ്കിൽ കറണ്ട് ലാഭിക്കാലോ ഓർത്ത് കവിത വാഷിംഗ് മെഷീനകത്തൊന്നും വിട്ട് തുണി കഴുകത്തില്ല. കവിത ആറ്റിപ്പോയി തന്നെ തുണി കഴുകുക. കവിതയ്ക്ക് ആറ്റിപ്പോയി തുണി കഴിയാൽ ഒരു 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 ഇത് വരത്തുള്ളൂ. അപ്പൊ കവിത അന്നേരം തുണി കഴുകാൻ ആറ്റിപ്പോയിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ നോക്കുമ്പം ഗോമതിച്ചയുടെ അവിടുത്തെ പെരമാറ്റം കഴിഞ്ഞുകൊണ്ട് ഗോമതിച്ചയുടെ അവിടെ ഇഷ്ടംപോലെ വിരുന്നുകാരായി. UK, അമേരിക്ക, കാനഡ ഉള്ള അന്യരാജ്യ സംസ്ഥാനങ്ങളിലെ എല്ലാ ആൾക്കാരും അവിടെ ഉണ്ട്. എല്ലാ വിരുന്നുകാർ ഒത്തിരി വിരുന്നുകാരുണ്ട്. അപ്പം ഈ വിരുന്നുകാരെല്ലാം കൂടെ അവിടെ നിൽക്കുക. അവിടെയൊക്കെ എന്തൊക്കെയോ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ ഒത്തിരി പീക്കിരി പിള്ളേരുണ്ടല്ലോ, പീക്കിരി പിള്ളേരെല്ലാം കൂടെ അവിടെ നിൽക്കും. ഈ പിള്ളേർക്ക് ഇംഗ്ലീഷും അറിയാം, മലയാളവും അറിയാം. ഇംഗ്ലീഷിലെ പക്ഷെ ഇങ്ങോട്ട് പറയത്തുള്ളൂ, മലയാളത്തിൽ അങ്ങോട്ട് കേട്ടാൽ മനസ്സിലാവില്ല. അങ്ങനത്തെ കുറെ എണ്ണങ്ങളാണ്. എന്നിട്ട് ഇതുങ്ങളുണ്ടല്ലോ കരിക്ക് കുടിച്ചോണ്ടിരിക്കും. ഒരു ബംഗാളി കരിക്ക് വെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പൊ സ്ട്രോ ഇട്ട് ഇങ്ങനെ കരിക്ക് വലിച്ചു കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഈ കുഞ്ഞുപിള്ളാരെയൊക്കെ കാണുന്നത് എനിക്ക് വല്ലാത്തൊരു പ്രതിനിധിയാണ്. അപ്പം ഞാൻ ഇതുങ്ങളിങ്ങനെ നോക്കി നിൽക്കും. ഞാൻ ചിരിക്കുന്നുണ്ട്, പക്ഷെ ഈ കുഞ്ഞുങ്ങൾ ചിരിക്കത്തില്ല. എന്തോ ജീവികളാ, ചിരിക്കത്തില്ല ഇതുങ്ങള്. ഞാൻ ഇങ്ങനെ ചിരിച്ച് കാണിക്കുന്നുണ്ട് എല്ലാത്തിനും, പക്ഷെ ഇതുങ്ങളൊന്നും ചിരിക്കുന്നേ ഇല്ല. ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഇതുങ്ങൾ ഈ സ്ട്രോ ഇട്ട് വലിച്ചു കുടിച്ചോണ്ടിരിക്കുന്ന ചെറുക്കൻ എന്നോട് എന്താ വയ്യാറ് ലുക്കറ്റ് മൗത്ത് എന്നോ എന്തോന്ന് ചോദിച്ചു. ഇംഗ്ലീഷിലാണ്. പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. പക്ഷെ ഇത് ഇംഗ്ലീഷ് അറിയത്തില്ലെന്ന് നിങ്ങൾ അറിയിക്കുകയും ചെയ്യരുത്. അപ്പൊ ഞാൻ ഓർത്തു കന്നഡ പക്ഷെ എനിക്ക് കവിതയ്ക്ക് ഉണ്ടാക്കില്ല. ഞാൻ നേരം തിരിച്ചങ്ങോട്ട് പറഞ്ഞു, ഇത് കസിനില്ലേ ആരോ സൂപ്പർ വന്നിരുന്ന മാറ്റിക്കൊണ്ടേ താങ്കൾ പേസാക്കി നിനക്ക് സിരിക്കരുത്. അപ്പം ഇതുങ്ങൾ അന്തം വിട്ടിങ്ങനെ നോക്കി ഇരിക്കുവോ അതിശയിച്ച്. അപ്പം ഈ ചെറുക്കനോടൊക്കെ പിന്നെ പറഞ്ഞു, മോനെ നിനക്കൊക്കെ ഛേദമില്ലാത്തൊരു ഉപദേശം കൂടെ ഞാൻ പറയാം. അപ്പം പിന്നെ നീയൊക്കെ ഈ സന്ധ്യക്ക് ഇങ്ങനെ കരിക്കും വെള്ളവും തേങ്ങ വെള്ളവും കുടിക്കരുത്, നിങ്ങളുടെ അമ്മ മരിച്ചു പോയി പറഞ്ഞു. ഈ പിള്ളേരും അങ്ങോട്ട് മോങ്ങാൻ തുടങ്ങി. അപ്പോഴത്തേനും അവിടെ നിന്ന് ഇവിടെ വന്നവർ എല്ലാവരും കൂടി പിള്ളേരെ കരയിച്ച് എന്തോതിനാ പിള്ളേരോട് തോന്നിവാശം പറഞ്ഞു കൊടുത്തുക എന്ന് പറഞ്ഞ് അങ്ങ് തുടങ്ങിയില്ലയോ അങ്ങ്. ഇവരോടൊക്കെ ഉണ്ടല്ലോ ഒന്ന് പറഞ്ഞു കൊടുക്കരുത്. എന്തേലും വായ്പേടച്ചോട്ടെ നിങ്ങളെ. പാരമ്പര്യമായിട്ട് കിട്ടിയ അറിവ് ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തത് കുറ്റം.